ചേച്ചി പറഞ്ഞ അനുസരിച്ച് ഇവര് രണ്ടുപേരും വിദേശത്തുള്ളവരാണ്. അപ്പൊ വിദേശത്തുള്ള ചേച്ചി അവരെ നേരിട്ട് പോലും കാണാതെയാണോ ഇങ്ങനെ? കണ്ടിട്ടേ ഇല്ല. അതിൽ രസം എന്താന്ന് പറയാ രമ്യ, ഈ ഡയറ്റിലുള്ള പലരുടെയും മുഖം എനിക്കറിയില്ല. അതെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ഡീപ്പ് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ ആരോടും ഫോട്ടോ ചോദിക്കാറില്ല. കാര്യം അവർക്ക് എന്നോടുള്ള ഒരു വിശ്വാസം അതായിരിക്കാം. ഞാൻ ആരുടെയും ഫോട്ടോ ചോദിക്കാറില്ല. ഞാൻ അവരുടെ ആവശ്യമില്ലാത്തവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒന്നും ചോദിക്കാറില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഫോക്കസ് ടു ദെയർ ഹെൽത്ത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് സ്റ്റൈല്, ലൈഫ് സ്റ്റൈല് ഞാൻ അവർക്ക് കൊടുക്കും. അതിലാകെ പെണ്ണുങ്ങൾക്ക് എന്നോട് ഇച്ചിരി പിണക്കമുള്ളത് കോസ്മെറ്റിക്സ്, ലിപ്സ്റ്റിക്ക് ഇതൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ, അയ്യോ ചേച്ചി അതൊക്കെ കുറച്ച് ഞാൻ പറയാം ഒന്നും പറ്റില്ല, എൻഡോക്രൈൻ ഡിസ്റപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ കൃത്യമായി അത് പാലിച്ചവർക്ക് റിസൾട്ട് വന്നിട്ട് ഇനി ഞാൻ ഇനി ചറവറാന്ന് പറഞ്ഞ് കുറെ പേര് ഇപ്പൊ പ്രഗ്നന്റ് ആവും. വെയിറ്റിംഗ് ആണ് ക്യൂലാണ്. ഞാൻ ഓരോരുത്തരോട് പറയും നിങ്ങൾക്ക് ഒരു കുറച്ചാളൂടെ മതി എന്ന് പറയും. അത് സംഭവിക്കും. അതൊരു ശരീരം എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. അതിൻ്റെ വാതിലുകൾ ഒന്ന് തുറന്ന് കാണാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായാൽ മതി. പക്ഷെ അതിനൊരു ശ്രമം പോലും നമ്മൾ നടത്താറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രാക്ടീസിൽ അതില്ല. നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നു, ഓക്കെ, ഇപ്പം രമ്യ പറഞ്ഞ പോലെ തന്നെ പ്രഗ്നൻ്റ് ആവുന്നു, ഡോക്ടറെ അടുത്ത് പോകുന്നു, ഡോക്ടർ ആദ്യം തൊട്ട് നമുക്ക് ഫോളിക് ആസിഡ് തരുന്നു, നമ്മളെ ഒന്ന് ചെക്ക് ചെയ്യുന്നു, ഓക്കെ ഇങ്ങനെയുണ്ട്, 4 വീക്സായി 3 വീക്സായി ഇതിങ്ങനെ പറയാണ്. പിന്നെ അപ്പം തൊട്ട് നമ്മൾ ഗുളികകൾ കഴിക്കുന്നു, കാൽസ്യം കഴിക്കുന്നു, ഇങ്ങനെ അതങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷെ എപ്പോഴും ഒരു ഹെൽത്തി പ്രഗ്നൻസി എന്ന് പറയുന്നത് അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. അതിൽ വളരെ ഈ പറഞ്ഞതുപോലെ ഭക്ഷണത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്.